വയനാടൻ മലനിരകളിൽ തണുത്തുറഞ്ഞ ഇരുൾ പുതച്ച ഒരു പുലർകാലമായിരുന്നു അത്. കോടമഞ്ഞിന്റെ നേർത്ത പാളികൾക്കിടയിൽ ഒളിച്ചുനിന്നിരുന്ന ഒരു പുലർകാലം. മുട്ടിലിന്റെ ശാന്തമായ താഴ്വരകൾക്ക് ഭീകരമായ എന്തോ ഒന്നിനെ ഒളിപ്പിച്ചു നിർത്താനുള്ള കഴിവുണ്ടായിരുന്നു. അവിടുത്തെ വീതി കുറഞ്ഞ റോഡുകളിലൂടെ ചീറിപ്പാഞ്ഞെത്തുന്ന കാട്ടിൽ ഒരു നിശബ്ദ ദുരന്തത്തിന്റെ ചൂളംവിളി ഒളിഞ്ഞിരിക്കുന്നതായി ശ്രീജയ്ക്ക് തോന്നി. ഭർത്താവുമായുള്ള ബന്ധം തകർന്നതിന്റെ വേദനയിൽ അവൾ തന്റെ കുഞ്ഞുവീട്ടിൽ ഒതുങ്ങിക്കൂടി. ഓരോ ദിവസവും തന്റെ ഭൂതകാലത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ അവൾ ഒരു വാടിയ പൂവിനെപ്പോലെയായിരുന്നു. നഗരത്തിലെ സ്വപ്നങ്ങളെല്ലാം ഉപേക്ഷിച്ച് അവൾ തന്റെ ഏകാന്തതയിലേക്ക് മടങ്ങി. അടുക്കളയിലെ പാത്രങ്ങളുടെ ശബ്ദം പോലും അവളുടെ കാതുകളിൽ ഒരു നിലവിളി പോലെ മുഴങ്ങി. തകർന്ന മനസ്സും നഷ്ടപ്പെട്ട സ്നേഹവും ഒറ്റപ്പെടലിന്റെ മുറിപ്പാടുകളും അവളുടെ കണ്ണുകളിൽ ഒരു മരവിപ്പായി നിഴലിച്ചു. എന്നാൽ ആ മുറിപ്പാടുകളെപ്പോലും സ്നേഹം കൊണ്ട് മായ്ക്കാൻ കഴിയുന്ന ഒരുവനെ അവൾ സ്വപ്നം കണ്ടിരുന്നു. ഒരുപക്ഷേ ഈ താഴ്വരയുടെ ഏകാന്തതയിൽ ആ സ്വപ്നം ഒരു ഭീകരമായ യാഥാർത്ഥ്യത്തിന് വഴിമാറുമെന്ന് അവൾ അറിഞ്ഞില്ല. അതേ ഗ്രാമത്തിലെ ബേക്കറിക്ക് പുറത്ത് രാജു ബേക്കേഴ്സ് എന്നെഴുതിവെച്ച ബോർഡ് കാറ്റിലിളകിയാടി. പുറമെ നിന്ന് നോക്കിയാൽ പുഞ്ചിരിക്കുന്ന മുഖവും എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാൻ തയ്യാറായ ഒരു ചെറുപ്പക്കാരനുമാണ് രാജു. പക്ഷെ അവന്റെ പുഞ്ചിരിക്ക് പിന്നിൽ ഒരു വേട്ടക്കാരന്റെ നിഗൂഢമായ കണ്ണുകളുണ്ടായിരുന്നു. അവന്റെ ശരീരഭാഷയിൽ നിറയെ കെണികളുണ്ടായിരുന്നു. അവന്റെ വാക്കുകളും ഓരോ നോട്ടവും ഇരയെ വീഴ്ത്താനുള്ള ഒരു തന്ത്രം മാത്രമായിരുന്നു. ആധുനികതയുടെ മിന്നുന്ന മുഖമൂടി അണിഞ്ഞ് അവന്റെ ഹൃദയം ഒരു ശ്മശാനം പോലെ തണുത്തുറഞ്ഞിരുന്നു. മനുഷ്യബന്ധങ്ങളെ വെറും കച്ചവടമായി മാത്രം കണ്ടിരുന്ന അവന് ശ്രീജയെപ്പോലെയുള്ളവർ എളുപ്പത്തിൽ ഇരകളായി മാറും എന്നറിയാമായിരുന്നു. ശ്രീജ തന്റെ വീടിനടുത്തുള്ള ബേക്കറിയിലേക്ക് ഒരു കേക്കിനായി എത്തിയപ്പോഴാണ് രാജുവിനെ ആദ്യമായി കാണുന്നത്. ബേക്കറിയുടെ വാതിലിനു മുകളിലെ മണി അവളുടെ വരവറിയിച്ച് ശബ്ദിച്ചു. മേശയിലിരിക്കുന്ന പഴയ പാട്ടുകൾ പാതി മയക്കത്തിൽ താളം പിടിച്ചു. രാജു ഒരു ചിരിയോടെ അവളെ സ്വീകരിച്ചു. അവളുടെ മുഖത്തെ വിഷാദം അവന്റെ കണ്ണുകളിൽ ഒരു പുതിയ ഇരയെ കാണിച്ചുകൊടുത്തു. "ഇവിടെയെങ്ങും കണ്ടിട്ടില്ലല്ലോ, പുതിയ ആളാണോ?" എന്നവന് ചോദിച്ചു. ശ്രീജ നേർത്ത ശബ്ദത്തിൽ "അതെ" എന്ന് മറുപടി പറഞ്ഞു. അവളുടെ കണ്ണുകളിലെ നനവ് അവനെ കൂടുതൽ ആകർഷിച്ചു. അവളുടെ ഏകാന്തതയെക്കുറിച്ച് അവൾ സംസാരിച്ചപ്പോൾ അവന്റെ പുഞ്ചിരി കൂടുതൽ തിളങ്ങി. അവന്റെ സംസാരം ഒരു തണുത്ത പുഴ പോലെ അവളുടെ മനസ്സിനെ പൊതിഞ്ഞു. ആ നിമിഷം ആ ദുർബലമായ മനസ്സിനെ രാജു പൂർണ്ണമായും തന്റെ നിയന്ത്രണത്തിലാക്കി. പുറമേ സൗഹൃദം സ്ഥാപിക്കുമ്പോൾ ഉള്ളിൽ അവൻ അടുത്ത ഇരയെ കാത്തിരിക്കുന്ന ഒരു വേട്ടക്കാരനെ പോലെ അവളിലേക്ക് പതുങ്ങി നീങ്ങുകയായിരുന്നു. അവരുടെ സൗഹൃദം പ്രണയമായി മാറിയത് ഒരു പുഴ ഒഴുകുന്നതുപോലെ സ്വാഭാവികമായിരുന്നു. വയനാടൻ കാടുകളുടെ ഹൃദയത്തിലൂടെ കോടമഞ്ഞു പരന്ന പുലർകാലങ്ങളിൽ അവർ കൈകോർത്തു നടന്നു. കാപ്പിപ്പൂക്കളുടെ ഗന്ധം അവർക്കിടയിലെ നിമിഷങ്ങൾക്ക് കൂടുതൽ മധുരം നൽകി. ശ്രീജിയുടെ ജീവിതത്തിലെ വിഷാദത്തെ രാജുവിന്റെ വാക്കുകൾ മായ്ക്കാൻ തുടങ്ങി. അവളുടെ തകർന്ന മനസ്സിൽ അവൻ പ്രതീക്ഷയുടെ ഒരു മഴവില്ല് വരച്ചു. നഷ്ടപ്പെട്ടതെല്ലാം തിരികെ തരാൻ ഞാനുണ്ടാകും എന്ന അവന്റെ വാക്ക് ഒരു സത്യം പോലെ അവളുടെ കാതുകളിൽ മുഴങ്ങി. അവൾ ഒരുപാട് സംസാരിച്ചു. അവളുടെ ഭൂതകാലത്തെക്കുറിച്ചും സ്വപ്നങ്ങളെക്കുറിച്ചും അവൾ സംസാരിച്ചു. രാജു ഒരു വേട്ടക്കാരന്റെ ക്ഷമയോടെ അത് കേട്ടു. അവളുടെ ദുർബലതകളെക്കുറിച്ച് മനസ്സിലാക്കി. ഒരു ദിവസം അവർ ചാലിയാറിന്റെ തീരത്തിരിക്കുകയായിരുന്നു. ശ്രീജ പുഴയിലേക്ക് നോക്കി തന്റെ സ്വപ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചു. മഴ തോർന്നാലും പുഴയിലെ ഒഴുക്ക് അവസാനിക്കില്ല. എന്റെ ജീവിതവും അങ്ങനെയാണ്. ഞാൻ സ്നേഹിക്കാൻ പഠിച്ചത് ആത്മാർത്ഥമായിട്ടാണ് എന്നവൾ പറഞ്ഞു. ആ വാക്കുകൾ കേട്ട് രാജു ഒരു ചിരിയോടെ അവളുടെ തലമുടിയിൽ തലോടി. എന്നാൽ ആ നിമിഷം ഒരു ചെറിയ കാറ്റിൽ കോടമങ്ങ് അവരെ മൂടിയപ്പോൾ ശ്രീജ ഒരു നിമിഷം അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. അവന്റെ കണ്ണുകളിൽ അവൾ കണ്ടത് തണുത്തുറഞ്ഞ ഒരു ശൂന്യതയായിരുന്നു. ഒരു നനഞ്ഞ തടിയുടെ കഷണത്തിന് തുല്യമായി ഒരു ഭാവവുമില്ലാത്ത കണ്ണുകൾ. എന്നാൽ പിറ്റേ നിമിഷം തന്നെ ആ കണ്ണുകളിൽ വീണ്ടും പ്രണയത്തിന്റെ തിളക്കം കണ്ടപ്പോൾ അത് വെറും നിഴൽ മാത്രമാണെന്ന് അവൾ സ്വയം വിശ്വസിച്ചു. ശ്രീജയുടെ ലോകത്ത് രാജുവിന്റെ സ്നേഹം ഒരു മഴ പോലെ ആത്മാർത്ഥമായിരുന്നപ്പോൾ അവന്റെ മനസ്സിൽ അതൊരു കളിപ്പാട്ടം മാത്രമായിരുന്നു. പുതിയൊരു കളിപ്പാട്ടം കിട്ടുമ്പോൾ ഒരു കുട്ടിക്കുണ്ടാകുന്ന ആവേശം മാത്രമായിരുന്നു അവന് ശ്രീജയോടുണ്ടായിരുന്നത്. അവൾ ഉറങ്ങുമ്പോൾ പോലും അവൻ അവളെക്കുറിച്ച് ചിന്തിച്ചത് ഒരു പുഴയെക്കുറിച്ചോ ഒരു പൂവിനെക്കുറിച്ചോ ആയിരുന്നില്ല. മറിച്ച് അവളുടെ മനസ്സിലെ ദുർബലതകളെയും ആഗ്രഹങ്ങളെയും എങ്ങനെ ലാഭത്തിനായി ഉപയോഗിക്കാമെന്നതിനെക്കുറിച്ചായിരുന്നു.
1 വർഷം കടന്നുപോയപ്പോൾ തന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കിട്ടിയെന്ന് ശ്രീജ വിശ്വസിച്ചു. അവരുടെ കൂടിക്കാഴ്ചകൾ ഒരുപാട് കഴിഞ്ഞിരുന്നു. അവൾ തന്റെ വീട്ടുജോലികൾക്കിടയിൽ പോലും അടുത്ത കൂടിക്കാഴ്ചയെക്കുറിച്ച് സ്വപ്നം കണ്ടു. ഒരു ദിവസം പതിവുപോലെ ഫോണിൽ സംസാരിക്കുന്നതിനിടയിൽ അവൾ ഏറെ പ്രതീക്ഷയോടെ വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചു. നമ്മുടെ ബന്ധം കൂടുതൽ ഗൗരവത്തോടെ കാണേണ്ട സമയമായില്ലേ രാജു? എന്ന് ചോദിക്കുമ്പോൾ മറുതലയ്ക്കിൽ ഒരു നിശബ്ദത. പിന്നെ കേട്ടത് വായുവിന്റെ പോലും തണുപ്പില്ലാത്ത ഒരു ശബ്ദമായിരുന്നു. ശ്രീജ, നമുക്ക് കുറച്ചുകൂടി സമയമെടുക്കാം. എന്റെ കച്ചവടം അത്ര നന്നായി നടക്കുന്നില്ല. ശ്രീജയുടെ പ്രതീക്ഷകൾക്കുമേൽ ഒരിടിമിന്നൽ പോലെ ആ വാക്കുകൾ പതിച്ചു. അവൾ അവന്റെ മുഖഭാവം കാണാതെ തന്നെ തന്റെ ചോദ്യം തെറ്റായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞു. പിന്നീടുള്ള ദിവസങ്ങളിൽ രാജുവിന്റെ സംസാരത്തിലെ മധുരം പൂർണ്ണമായും ഇല്ലാതായി. അവൻ അവഗണനയുടെ ഒരു കോടമഞ്ഞ് അവൾക്ക് ചുറ്റും സൃഷ്ടിച്ചു. അവൾ വിളിക്കുമ്പോൾ തിരക്കിലാണെന്ന് പറയും. മെസ്സേജുകൾക്ക് മറുപടി വൈകും. ശ്രീജയ്ക്ക് തന്റെ ഹൃദയം തകർന്നുപോയെന്ന് തോന്നി. താൻ വീണ്ടും ചതിക്കപ്പെട്ടു എന്നവൾ തിരിച്ചറിഞ്ഞു. താൻ രാജുവിനൊരു കളിപ്പാട്ടം മാത്രമായിരുന്നു എന്നും അവനൊരു കച്ചവടക്കാരനെപ്പോലെ തന്റെ സ്നേഹം ഉപയോഗിക്കുകയായിരുന്നു എന്നും അവൾ മനസ്സിലാക്കി. ഒരുപാട് വേദനയോടെ അവൾ രാജുവിനെ ഒഴിവാക്കാൻ തീരുമാനിച്ചു. ഒരു വൈകുന്നേരം അവൾ അവനെ വിളിച്ച് തന്റെ തീരുമാനമറിയിച്ചു. എനിക്കീ കളി തുടരാൻ കഴിയില്ല രാജു, നമുക്കിതിവിടെ അവസാനിപ്പിക്കാം. ശ്രീജയുടെ വാക്കുകൾ കേട്ടതും രാജുവിന്റെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു. പകരം വെറുപ്പിന്റെ ഒരു ഭീകര മുഖം തെളിഞ്ഞു. നീ ആരേടി എന്നെ ഉപേക്ഷിക്കാൻ? അവന്റെ ശബ്ദം ഒരിടിമുഴക്കം പോലെ അവൾക്കു ചുറ്റും മുഴങ്ങി. താൻ ഉപേക്ഷിക്കാൻ ഉദ്ദേശിച്ച ഒരു കളിപ്പാട്ടം തന്റെ കൈകളിൽ നിന്ന് വഴുതിപ്പോകുന്നതിൽ അവൻ കുപിതനായി. അതവന്റെ പ്രതികാരത്തിന്റെ ഒരു അഗ്നിയായി ആഴിക്കത്തി. അവന്റെ മനസ്സിൽ ശ്രീജ ഒരു വ്യക്തിയായിരുന്നില്ല, മറിച്ച് തന്റെ സ്വന്തം വസ്തുവായിരുന്നു. ആ കളിപ്പാട്ടം തന്റെ കൈയിൽ നിന്നും വഴുതിപ്പോകാൻ അവൻ അനുവദിക്കില്ലായിരുന്നു. രാത്രിയുടെ നിശബ്ദതയിൽ ഒരടിയന്തിര ഫോൺ കോളിന്റെ ശബ്ദം ശ്രീജയുടെ ഉറക്കം കെടുത്തി. അത് രാജുവായിരുന്നു. എനിക്ക് നിന്നെ അവസാനമായി കാണണം, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അവന്റെ ശബ്ദത്തിൽ ഭീഷണി കലർന്ന ഒരു ദയനീയത അവൾ തിരിച്ചറിഞ്ഞു. എങ്കിലും അതൊരു കെണിയാണെന്ന് അവൾ ചിന്തിച്ചില്ല. അവർ പലപ്പോഴും കണ്ടിരുന്ന മുട്ടിലിന് സമീപമുള്ള ആളൊഴിഞ്ഞ ഒരു പാറമടയിലേക്ക് അവൻ അവളെ വിളിച്ചുവരുത്തി. അർദ്ധരാത്രിയുടെ തണുപ്പിൽ കാറ്റിന്റെ ഭീകരമായ ഇരമ്പൽ മാത്രം കേൾക്കാവുന്ന ആ സ്ഥലം ഒരു ശ്മശാനം പോലെ തോന്നി. നക്ഷത്രങ്ങൾ പോലും ഭയന്ന് ഒളിച്ചുനിന്ന ആകാശത്തിന് കീഴിൽ അവർ മുഖാമുഖം നിന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല, എനിക്ക് നിന്നെ ഇപ്പോൾ ഒരു ഭാരമായിട്ടാണ് തോന്നുന്നത് എന്നു രാജു പുച്ഛത്തോടെ പറഞ്ഞപ്പോൾ ശ്രീജയുടെ ഹൃദയം ഒരു വെള്ളിടി പോലെ തകർന്നു. അവരുടെ കണ്ണുകളിൽ നിന്നും അവസാന പ്രതീക്ഷയും കെട്ടുപോയി. എന്നെ ഒറ്റയ്ക്കാക്കിപ്പോയപ്പോൾ ഞാൻ അനുഭവിച്ച ദുരിതങ്ങൾ നിനക്കറിയാമോ എന്നു പറഞ്ഞ് അവൾ അവനെ ചതിച്ചതിന്റെ വേദനയിൽ പൊട്ടിക്കരഞ്ഞു. എന്നാൽ രാജുവിന്റെ മനസ്സിൽ കാരുണ്യം ലവലേശമില്ലായിരുന്നു. അവന്റെ കണ്ണുകളിൽ ഒരു വേട്ടക്കാരന്റെ ഭീകരമായ തിളക്കം അവൾ കണ്ടു. വാക്കുകൾക്കപ്പുറം അവരുടെ തർക്കം രൂക്ഷമായപ്പോൾ രാജു ഒരു മരക്കഷണത്തിൽ സൂക്ഷിച്ചിരുന്ന ബിയർ കുപ്പിയെടുത്തു. എന്നിട്ട് ശ്രീജയുടെ തലയ്ക്ക് ആഞ്ഞടിച്ചു. കുപ്പിയുടെ ശബ്ദം കാറ്റിന്റെ അലർച്ചയിൽ മുഴുകി. അവൾക്കൊരു നിലവിളി പോലും പുറത്തുവരാൻ കഴിഞ്ഞില്ല. അവളുടെ കണ്ണുകളിലെ അവസാന പ്രതീക്ഷയും കെട്ടുപോയി. ആ നിമിഷം ആ പാറമട ഒരു ദുരന്തത്തിന്റെ നിശബ്ദ സാക്ഷിയായി. രാജു അവളുടെ ജീവനറ്റ ശരീരം വലിച്ചിഴച്ച് ഒരു ആഴം കുറഞ്ഞ കുഴിയിൽ മണ്ണുവാരിയിട്ട് മൂടി. ആഴത്തിൽ പതിഞ്ഞ രക്തക്കറ അവന്റെ ഷർട്ടിന്റെ കൈയിൽ ഒട്ടിപ്പിടിച്ചിരുന്നു. ഭയത്തിന്റെയോ കുറ്റബോധത്തിന്റെയോ ഒരു തരുമ്പ് പോലുമില്ലാതെ അവൻ ഇരുട്ടിന്റെ മറവിൽ വീട്ടിലേക്ക് മടങ്ങി. എന്നാൽ അവൻ അറിയാത്ത ഒരു സത്യം ബാക്കിയുണ്ടായിരുന്നു. പ്രകൃതിക്ക് ഈ ക്രൂരതയോട് നിശബ്ദമായിരിക്കാൻ കഴിഞ്ഞില്ല. ആ പാറമടയിൽ ശ്രീജയുടെ ആത്മാവ് ഒരു ശാപമായി നിലനിന്നു. കൊലപാതകത്തിനു ശേഷം രാജു തന്റെ സാധാരണ ജീവിതം നയിക്കാൻ ശ്രമിച്ചു. പകൽ വെളിച്ചത്തിൽ അവൻ ചിരിച്ചു, മറ്റുള്ളവരോട് സംസാരിച്ചു, കച്ചവടം ചെയ്തു. പക്ഷേ രാത്രിയുടെ നിശബ്ദതയിൽ അവന്റെ മനസ്സൊരു മരവിച്ച ശ്മശാനം പോലെയായി. ശ്രീജയുടെ നിലവിളി അവന്റെ കാതുകളിൽ മുഴങ്ങി. അവളുടെ കണ്ണുകളിലെ അവസാന ഭയം അവന്റെ ഉറക്കം കെടുത്തി. അവന്റെ ഓരോ ചലനത്തിലും അവനൊരു പ്രേതത്തെപ്പോലെ തന്റെ നിഴലിനെ പേടിച്ചു. അതേസമയം 1 മാസത്തിനു ശേഷം ആ പാറമടയിൽ മേഞ്ഞിരുന്ന നായകൾ വിചിത്രമായി പെരുമാറാൻ തുടങ്ങി. അവറ്റകളൊരു പ്രത്യേക സ്ഥലത്തുനിന്ന് മാറാതെ കുരച്ചു.
ആ സ്ഥലത്തിനു ചുറ്റും ദുരൂഹമായ എന്തോ ഒന്ന് ഒളിഞ്ഞിരിക്കുന്നതായി നാട്ടുകാർക്ക് തോന്നി. ഭയപ്പെട്ട ഒരു ഇടയൻ പോലീസിനെ വിവരമറിയിച്ചു. ഒരു പോലീസ് സംഘം സ്ഥലത്തെത്തി. നായകൾ കുരച്ചുകൊണ്ടിരുന്ന ആഴം കുറഞ്ഞ കുഴിയിൽ മണ്ണുമാറ്റി. ഒരു നിമിഷം അവർ ഭയന്നുപോയി. മണ്ണിനടിയിൽ നിന്നും അസ്ഥികൂടം മാത്രം ബാക്കിയായ ഒരു മനുഷ്യശരീരം അവർ കണ്ടെത്തി. അതൊരു സ്ത്രീയുടേതാണെന്ന് അവളുടെ വസ്ത്രത്തിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് മനസ്സിലായി. ആ കാറ്റിന്റെ നിശബ്ദതയിൽ ഒരു മാസമായി ഒളിച്ചിരുന്ന ദുരന്തം അങ്ങനെ വെളിച്ചം കണ്ടു. ശ്രീജയുടെ മൃതദേഹമാണ് കണ്ടെത്തിയതെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. ആ വാർത്ത കാട്ടുതീ പോലെ ഗ്രാമത്തിൽ പരന്നു. ആരും വിശ്വസിച്ചില്ല. അത്രയും ക്രൂരമായ ഒരു കൊലപാതകം. ആ മൃതദേഹത്തിന് ചുറ്റും കൂടി നിന്നവരുടെ മനസ്സുകളിൽ ഭയം നിറഞ്ഞു. രാജു ഈ വാർത്ത കേട്ട് നടുങ്ങി. അവന്റെ മനസ്സ് ഒരു ഭീകരമായ കാറ്റിന്റെ പിടിയിലായി. താൻ ചെയ്ത പാപം പുറത്തുവരുമോ എന്ന ഭയം അവനെ വേട്ടയാടി. പോലീസ് അന്വേഷണം ആരംഭിച്ചപ്പോൾ അവന്റെ ഉള്ളിൽ കുറ്റബോധം ഒരു തീ പോലെ ആളിക്കത്തി. അവന്റെ സാധാരണ ജീവിതം ഒരു മരീചികയായി മാറി. മരവിച്ച ഓർമ്മകൾ ഒരു പ്രേതത്തെപ്പോലെ അവനെ പിന്തുടർന്നു. രാജുവിന്റെ ജീവിതം ഒരു ഭീകരമായ പേടിസ്വപ്നം പോലെയായി. പോലീസ് അന്വേഷണം ആരംഭിച്ചതോടെ അവന്റെ ഭയം ഒരു കൊടുങ്കാറ്റായി മാറി. അവൻ രാത്രിയിൽ ഭയന്നുണർന്നു. തന്റെ കിടക്കയിൽ പോലും ശ്രീജയുടെ രക്തക്കര അവന്റെ കണ്ണുകളിൽ കണ്ടു. ഒരു ദിവസം രാത്രിയിൽ മനസമാധാനം തേടി അവൻ വണ്ടിയെടുത്ത് മുട്ടിലിന് സമീപമുള്ള പാറമടയിലേക്ക് പുറപ്പെട്ടു. കാറിന്റെ ടയർ പഞ്ചറായപ്പോൾ അവൻ വണ്ടി നിർത്തി. ഇരുട്ടിന്റെ നിശ്ശബ്ദതയിൽ കാറ്റിന്റെ ഇരമ്പൽ മാത്രം. അവൻ ടയർ മാറ്റാൻ കുനിഞ്ഞപ്പോൾ ഒരു തണുത്ത കാറ്റ് അവനെ പൊതിഞ്ഞു. അവൻ തലയുയർത്തിയപ്പോൾ ഒരു നേർത്ത കോടമഞ്ഞ് രൂപം പ്രാപിക്കുന്നത് കണ്ടു. ആ രൂപം പതിയെ ശ്രീജയുടെ ഭീകരമായ രൂപമായി മാറി. അവളുടെ കണ്ണുകളിൽ പകയുടെ തീജ്വാലകൾ ആളിപ്പടർന്നു. അവൾ സംസാരിച്ചില്ല. പക്ഷേ ഒരു ഭീകര ശബ്ദം അവന്റെ മനസ്സിൽ മുഴങ്ങി. എന്നെ ഒറ്റയ്ക്കാക്കി പോയപ്പോൾ ഞാൻ അനുഭവിച്ച ദുരിതങ്ങൾ നീയും അറിയണം. രാജു ഭയം കൊണ്ട് വിറച്ചു. ടയർ മാറ്റാനുള്ള ഉപകരണം അവന്റെ കയ്യിൽ നിന്ന് താഴെ വീണു. അന്നുമുതൽ ശ്രീജയുടെ പ്രേതം ഒരു നിഴൽ പോലെ അവനെ പിന്തുടർന്നു. അവന്റെ കച്ചവട സ്ഥാപനത്തിൽ അവനെത്തുന്നതിനു മുൻപ് തന്നെ വാതിലിന്റെ മണി ഭയപ്പെടുത്തുന്ന ശബ്ദത്തിൽ മുഴങ്ങാൻ തുടങ്ങി. അവന്റെ നിഴലായി അവൾ കൂടെ നടന്നു. അവന്റെ സ്വപ്നങ്ങളിൽ അവൾ വന്നു. ഭീകരമായ രൂപം, കണ്ണുകളിൽ പകയുടെ തീ. അവന്റെ കണ്ണാടിയിൽ അവനെ ഭയപ്പെടുത്തി. ഒരു ദിവസം അവൻ ഷേവ് ചെയ്യാനായി കണ്ണാടിയുടെ മുന്നിൽ നിന്നപ്പോൾ കണ്ണാടിയിൽ അവന്റെ മുഖത്തിനു പകരം ശ്രീജയുടെ ഭീകരമായ മുഖം കണ്ടു. രക്തം വാർന്നുപോയ അവളുടെ തലയും ഒഴിഞ്ഞ കണ്ണുകളുമായി അവൾ അവനെ നോക്കി ചിരിച്ചു. എന്റെ സ്നേഹം ഇനി നിനക്കൊരു ശാപമായിരിക്കും എന്ന് അവൾ ഉറക്കെ അലറി. ഭയം കൊണ്ട് അവന്റെ ശരീരം വിറച്ചു. അവന്റെ മനസ്സ് ഭ്രാന്തിന്റെ വക്കിലെത്തി. പ്രേതത്തിന്റെ നിരന്തരമായ ശല്യം കാരണം രാജുവിന് ഉറങ്ങാനോ ഭക്ഷണം കഴിക്കാനോ കഴിഞ്ഞില്ല. അവന്റെ മനസ്സ് ദുർബലമായി. ഉറക്കമില്ലാത്ത രാത്രികളും പേടിപ്പെടുത്തുന്ന സ്വപ്നങ്ങളും അവനെ ഒരു ജീവനുള്ള ശവം പോലെയാക്കി മാറ്റി. അവന്റെ കണ്ണുകൾ കുഴിഞ്ഞു, ശരീരം മെലിഞ്ഞു. ഓരോ ചുവടുവെപ്പിലും ശ്രീജയുടെ നിഴൽ അവനെ പിന്തുടർന്നു. അവന്റെ മനസ്സിൽ ഒരു നിമിഷം പോലും സമാധാനമുണ്ടായിരുന്നില്ല. ഒരു ദിവസം അർദ്ധരാത്രിയിൽ അവന്റെ വീടിന്റെ പുറത്ത് കാറിന്റെ ശബ്ദം കേട്ട് അവനുണർന്നു. മഴ ചാറുന്നുണ്ടായിരുന്നു. വണ്ടിയെടുത്ത് എവിടെയെങ്കിലും ദൂരേക്ക് പോകാൻ അവൻ തീരുമാനിച്ചു. മനസ്സിലെ ഭാരമിറക്കിവെക്കാനുള്ള അവസാന ശ്രമം. വയനാടൻ ചുരത്തിലെ വളവുകളിലൂടെ അവന്റെ കാർ മുന്നോട്ടു പോയി. റോഡിൽ കോടമഞ്ഞ് നിറഞ്ഞിരുന്നു. പെട്ടെന്ന് കാറിന്റെ ഹെഡ്ലൈറ്റുകൾക്കിടയിൽ ഒരു വെളുത്ത രൂപം അവൻ കണ്ടു. അത് ശ്രീജയായിരുന്നു. അവളുടെ തല തകർന്ന് രക്തം വാർന്നുപോയിരുന്നു. ഒരു ഞെട്ടലോടെ രാജു സ്റ്റീറിംഗിൽ നിന്ന് കൈവിട്ടു. വണ്ടി നിയന്ത്രിക്കാൻ കഴിയാതെ റോഡിന്റെ വക്കിലുള്ള കൊക്കയിലേക്ക് പാഞ്ഞെടുത്തു. ഒരു ഭീകരമായ നിലവിളിയോടെ കാർ ഒരു പാറയിലിടിച്ച് തലകീഴായി മറിഞ്ഞു. അപകടത്തിന്റെ ശബ്ദം കേട്ട് അടുത്ത വീട്ടിൽ നിന്നും ആളുകൾ ഓടിയെത്തി. രക്തത്തിൽ കുളിച്ച രാജുവിനെ അവർ പുറത്തെടുത്തു. അവന്റെ വലതുകൈ, ശ്രീജയെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ അതേ കൈ, കാറിന്റെ തകർന്ന ഭാഗങ്ങൾക്കിടയിൽ ഞെരിഞ്ഞമർന്നുപോയിരുന്നു. ഡോക്ടർമാർക്ക് ആ കൈ മുറിച്ചുമാറ്റേണ്ടി വന്നു. വേദന കൊണ്ട് പൊളഞ്ഞ രാജുവിന് ആ വേദനയേക്കാൾ ഭീകരമായത് തന്റെ കൈയുടെ നഷ്ടം ശ്രീജയുടെ പ്രതികാരമാണെന്ന് മനസ്സിലാക്കിയ നിമിഷമായിരുന്നു. ആ കൈ, തന്റെ എല്ലാ ക്രൂരതകളുടെയും അടയാളം, ഇപ്പോൾ ഇല്ലായിരുന്നു. രക്തം വാർന്നുപോയ കൈയുമായി രാജു ആശുപത്രിയിലെ കിടക്കയിൽ കിടന്നു. ശരീരം തളർന്നുവെങ്കിലും അവന്റെ മനസ്സിന്റെ വേദന അത്ഭുതകരമായി കുറഞ്ഞു. അവൻ ശ്രീജയുടെ പ്രേതത്തെ നേരിട്ട് കണ്ടതുപോലെയല്ല, അവൾ തന്നിലേക്കെത്തുന്നില്ല എന്നൊരാശ്വാസം അവനുണ്ടായിരുന്നു. ആ കൈ നഷ്ടപ്പെട്ടതുപോലെയാണ് ആ പ്രേതവും അവനിൽ നിന്ന് വിട്ടൊഴിഞ്ഞതെന്ന് അവൻ വിശ്വസിച്ചു. പക്ഷേ
ആ വിശ്വാസം അധികം നിലനിന്നില്ല. പണമെറിഞ്ഞ് എല്ലാം ഒതുക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ച രാജു ഒരു പ്രശസ്തനായ മന്ത്രവാദിയുടെ സഹായം തേടി. തലയിൽ ചുവപ്പ് നിറമുള്ള തുണിയും കഴുത്തിൽ പലതരം ലോഹങ്ങൾ കൊണ്ടുള്ള മാലയും അണിഞ്ഞ നീണ്ട താടിയും മുടിയുമുള്ള ആ മന്ത്രവാദി രാജുവിന്റെ മുന്നിലിരുന്ന് ഭസ്മം വാരിവിതറി. പലതരം മന്ത്രങ്ങൾ ഉച്ചരിച്ചു. എന്നാൽ പ്രേതശല്യം അവസാനിച്ചില്ല. രാജുവിന്റെ മനസ്സ് വീണ്ടും ഭീകരമായ നിഴലുകൾക്കിടയിൽ അകപ്പെട്ടു. ശ്രീജയുടെ ആത്മാവ് അവനെ വേട്ടയാടാൻ പുതിയ വഴികൾ കണ്ടെത്തിയിരുന്നു. രാജുവിന് പുതിയൊരു കാമുകിയുണ്ടായിരുന്നു, മായ. ആ ഗ്രാമത്തിൽ അവൾ രാജുവിന്റെ പുതിയ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷയായിരുന്നു. എന്നാൽ ഒരു ദിവസം രാജുവും മായയും ഒരുമിച്ച് നടക്കുമ്പോൾ മായയുടെ പെരുമാറ്റത്തിൽ ഒരു മാറ്റം കണ്ടു. അവളുടെ ശബ്ദം മാറി, കണ്ണുകൾക്ക് ഒരു ഭീകരമായ തിളക്കം വന്നു. അവൾ രാജുവിനെ ഭീകരമായൊരു നോട്ടത്തോടെ നോക്കി. നീ ഇപ്പോൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നവൾ ചോദിച്ചു. പക്ഷെ ആ ചോദ്യത്തിനു പിന്നിൽ ശ്രീജയുടെ ശബ്ദമായിരുന്നു. രാജു പേടിച്ചു വിറച്ചുപോയി. അവന്റെ പുതിയ കാമുകിയുടെ രൂപത്തിൽ പ്രേതം അവനെ വേട്ടയാടി. ഇത് രാജുവിന്റെ സുഹൃത്തുക്കളെയും കുടുംബത്തെയും അമ്പരപ്പിച്ചു. മായയുടെ പെരുമാറ്റം വിചിത്രമായിക്കൊണ്ടിരുന്നു. ഒരു ദിവസം ഗ്രാമത്തിലെ അമ്പലത്തിൽ ഒരു ഉത്സവമുണ്ടായിരുന്നു. 100 കണക്കിന് ആളുകൾ ഉത്സവത്തിൽ പങ്കെടുത്തു. രാജുവും മായയും അവിടേക്കെത്തി. പെട്ടെന്ന് മായയുടെ കണ്ണുകൾക്ക് ഒരു മാറ്റം വന്നു. അവളുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. രാജു അവളെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു. "എനിക്ക് വിട്ടേക്ക്" എന്നു പറഞ്ഞ് അവൾ അവനെ തള്ളിമാറ്റി. മായയുടെ കണ്ണുകൾ ചുവന്നു. അവൾ രാജുവിന്റെ നേരെ വിരൽ ചൂണ്ടി ഉറക്കെ അലറി, "നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഈ മനുഷ്യൻ നിങ്ങളുടെ സഹോദരിയെ കൊലപ്പെടുത്തിയവനാണ്. ഞാൻ അനുഭവിച്ച വേദന ഇവനും അറിയണം." ആ ശബ്ദം കാറ്റിന്റെ അലർച്ചയേക്കാൾ ഭീകരമായി മുഴങ്ങി. മായയുടെ ശരീരം ശ്രീജയുടെ ആത്മാവ് പൂർണ്ണമായും കൈവശപ്പെടുത്തിയിരുന്നു. അവൾ രാജുവിന്റെ ക്രൂരതകൾ ഓരോന്നായി വിളിച്ചു പറഞ്ഞു. രാജു എങ്ങനെ ശ്രീജയെ ചതിച്ചു, എങ്ങനെ അവളെ പാറമടയിലേക്ക് വിളിച്ചുവരുത്തി, എങ്ങനെ അവളെ കൊന്നു, എവിടെയാണ് കുഴിച്ചിട്ടത്, എന്തിനാണ് കൊലപ്പെടുത്തിയത് എന്നെല്ലാം അവൾ ഉറക്കെ പറഞ്ഞു. ഈ വാക്കുകൾ കേട്ട് നാട്ടുകാർ ഭയന്നുപോയി. അവരുടെ കണ്ണുകളിൽ ഭയവും വെറുപ്പും നിറഞ്ഞു. സത്യം മനസ്സിലാക്കിയ പോലീസ് തന്റെ പിന്നാലെ വരുമെന്ന് ഭയന്ന് രാജു അമ്പരന്നു. അവൻ എല്ലാത്തിനും മുന്നിൽ ഒറ്റപ്പെട്ടുപോയിരുന്നു. മായായുടെ ശരീരത്തിലൂടെ ശ്രീജയുടെ ആത്മാവ് നടത്തിയ വെളിപ്പെടുത്തലുകൾ ഗ്രാമത്തെ നടുക്കി. നിമിഷങ്ങൾക്കകം ഉത്സവസ്ഥലം ഒരു വിചാരണശാലയായി മാറി. നാട്ടുകാരുടെ കണ്ണുകളിൽ നേരത്തെ ഉണ്ടായിരുന്ന ഭയം പകർച്ചവ്യാധി പോലെ വെറുപ്പായി പടർന്നു. ഒരു നിമിഷം മുൻപ് വരെ ബേക്കറിയിലെ നല്ല രാജുവായിരുന്നവൻ ഇപ്പോൾ ഒരു കൊലയാളിയായി മുദ്രകുത്തപ്പെട്ടു. ആളുകൾ അവനെ തൊഴിച്ചു, ഭീഷണിപ്പെടുത്തി. രക്ഷിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. അവൻ തന്റെ ജീവിതത്തിൽ ആദ്യമായി പൂർണ്ണമായും ഒറ്റപ്പെട്ടുപോയി. തന്റെ ദുരിതത്തിന് ആധാരം അവന്റെ ദുഷ്പ്രവൃത്തികളായിരുന്നു. മായായുടെ ശരീരത്തിൽ നിന്ന് ശ്രീജയുടെ ആത്മാവ് വിട്ടൊഴിഞ്ഞപ്പോൾ മായ നിലത്തേക്ക് കുഴഞ്ഞു വീണു. അബോധാവസ്ഥയിലായിരുന്ന മായയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയുമായിരുന്നില്ല. ഭയത്തിൽ വിറച്ച് രാജു അവിടെ നിന്ന് ഓടി. അവന്റെ മനസ്സിൽ ഒരു ലക്ഷ്യവുമുണ്ടായിരുന്നില്ല. വയനാടൻ കാടിന്റെ ഹൃദയത്തിലൂടെ ഇരുട്ടിന്റെ മറവിൽ അവൻ ഓടി. ഓരോ കാൽവെപ്പിലും ശ്രീജയുടെ നിലവിളി അവന്റെ കാതുകളിൽ മുഴങ്ങി. അവന്റെ കാറിന്റെ ചാവി അവന്റെ കയ്യിലുണ്ടായിരുന്നു. പക്ഷേ കാർ ഓടിച്ചു പോകാൻ പോലും അവന്റെ ശരീരം അനുവദിച്ചില്ല. ശരീരത്തിൽ അവശേഷിച്ച ഏക കൈയുപയോഗിച്ച് അവൻ മുറിവേറ്റതുപോലെ ഓടി. അവൻ ചെന്നു നിന്നത് ഒരു പാറമടയുടെ അടുത്തായിരുന്നു. കാർ നിർത്തി ടയർ മാറ്റിയ അതേ സ്ഥലം. ആ സ്ഥലം അവന് തിരികെ വിളിച്ച പോലെ തോന്നി. അവൻ കാറിന്റെ ഹെഡ്ലൈറ്റ് തെളിച്ച് നടന്നു. അവൻ അറിയാമായിരുന്നു തന്റെ അന്ത്യം ആ പാറമടയിലായിരിക്കുമെന്ന്. അവൻ കുഴിച്ചുമൂടിയ സ്ഥലത്ത് മഴ പെയ്തത് കാരണം അസ്ഥികൂടം പൂർണ്ണമായും മണ്ണിനടിയിൽ നിന്ന് പുറത്തു വന്നിരുന്നു. കാറ്റിന്റെ ഇരമ്പലിൽ ആ അസ്ഥികൂടം അവനെ തുറിച്ചു നോക്കുന്നതുപോലെ രാജുവിന് തോന്നി. അവന്റെ മനസ്സ് ദുർബലമായി. അവൻ ആഴത്തിൽ ശ്വാസമെടുത്ത് ആ പാറമടയുടെ മുകളിലേക്ക് കയറി. ആ മരവിച്ച കാറ്റിൽ അവൻ തന്റെ ഹൃദയത്തിന്റെ അവസാന സ്പന്ദനവും കേട്ടു. ഭയവും കുറ്റബോധവും അവനെ പൂർണ്ണമായും കീഴടക്കി. താഴെ ആഴത്തിലുള്ള ഒരു കൊക്കയിലേക്ക് നോക്കി അവൻ നിന്നു. എന്തിനാണ് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നത്? എല്ലാ ബന്ധങ്ങളും മുറിഞ്ഞു. പോലീസ് പുറകെയുണ്ട്. ഇനി ഈ നരകത്തിൽ നിന്നും ഒരു രക്ഷയില്ല. ഒരു നിമിഷം പോലും ആലോചിക്കാതെ അവൻ പാറമടയുടെ മുകളിൽ നിന്നും താഴേക്ക് ചാടി. ഒരു നിലവിളി പോലും പുറത്തുവരാൻ അവന് സാധിച്ചില്ല. അവന്റെ ശരീരം പാറകളിലിടിച്ച്. ഒരു ദുരന്തമായി ആ സംഭവം ഇന്നും വയനാടൻ കാടിന്റെ ഹൃദയഭാഗത്ത് നിലനിൽക്കുന്നു.
രാജുവിന്റെ ആത്മഹത്യ ആ ഗ്രാമത്തെ എന്നേക്കുമായി മാറ്റിമറിച്ചു. പോലീസ് ഈ കേസ് ആത്മഹത്യയായി രേഖപ്പെടുത്തി. പക്ഷേ ഗ്രാമവാസികൾ ആ മരണത്തെ ഒരു സ്വാഭാവിക മരണമായി കണ്ടില്ല. മായിയുടെ ശരീരത്തിലൂടെ ശ്രീജയുടെ ആത്മാവ് നടത്തിയ വെളിപ്പെടുത്തലുകൾ അവർക്ക് ഒരാത്മാവിന്റെ നീതിക്കുവേണ്ടിയുള്ള പ്രതികാരമായിരുന്നു. ആ പാറമട ഒരു ശാപം പോലെ ആളൊഴിഞ്ഞ സ്ഥലമായി തുടർന്നു. ഇന്നും ആ ഗ്രാമത്തിൽ ആ പാറമടയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആളുകൾ ശബ്ദം താഴ്ത്തി സംസാരിക്കും. വൈകുന്നേരങ്ങളിൽ കാറ്റിന്റെ ഭീകരമായ ഇരമ്പൽ കേൾക്കുമ്പോൾ അത് ശ്രീജയുടെ നിലവിളിയാണെന്ന് അവർ വിശ്വസിക്കുന്നു. ചില രാത്രികളിൽ ആ പാറമടയുടെ മുകളിൽ ഒരു വെളുത്ത രൂപം നിൽക്കുന്നതായി ആളുകൾ കണ്ടിട്ടുണ്ട്. ആ രൂപം തന്റെ പ്രണയത്തെ ചതിച്ചവനെ തേടിയെത്തിയ ശ്രീജയാണെന്ന് അവർ വിശ്വസിക്കുന്നു. അവളുടെ ആത്മാവ് ഇപ്പോഴും അവിടെ അലയുന്നുണ്ടെന്ന് അവർ പറയുന്നു. ഈ കഥ വയനാടൻ ഗ്രാമത്തിൽ ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് കൈമാറി. മുത്തശ്ശിമാർ കൊച്ചുമക്കളോട് തീ കാഞ്ഞി കഥ പറയുമ്പോൾ അവരുടെ കണ്ണുകളിൽ ഭയത്തിന്റെ തിളക്കം കാണാം. എങ്കിലും ഇത് യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവമല്ല. വയനാടൻ കാടിന്റെ ഭംഗിയെയും ഭീകരതയെയും വരച്ചുകാട്ടുന്ന ഭാവനയിൽ വിരിഞ്ഞ ഒരു കെട്ടുകഥയാണിത്. എങ്കിലും ഓരോ കഥയിലും ഒരു സത്യമുണ്ട്. ആരും ഒറ്റപ്പെട്ടു പോകാതിരിക്കാനും സ്നേഹം ഒരിക്കലും കച്ചവടമാക്കാതിരിക്കാനും വാക്കുകളും പ്രവൃത്തികളും സൂക്ഷിക്കാനും ഈ കഥ ഓർമ്മിപ്പിക്കുന്നു. ഒരു വാടിയ പൂവിനെപ്പോലെയായിരുന്ന ശ്രീജയുടെ നിഷ്കളങ്കമായ സ്നേഹവും ഒരു നരകയാതനയായി അത് രാജുവിന് തിരികെ നൽകിയതും ഒരു ദുരന്തത്തിന്റെ ഓർമ്മയായി നമ്മുടെ മനസ്സിൽ ഇന്നും നിലനിൽക്കുന്നു. രാജുവിന്റെ മരണശേഷം പോലും ആ ദുരന്തം അവസാനിച്ചില്ല. അത് ആ ഗ്രാമത്തിന്റെ ഓർമ്മയിൽ ഒരു ഭീകരമായ തണുപ്പായി എന്നേക്കുമായി അവശേഷിച്ചു.